ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ കാണാം. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു കോട്ട് എഴുതിയിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കോട്ടാണ് എഴുതിയേക്കുന്നത്. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ് എന്ന് പറയുന്നുണ്ട്. അടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കട്ടൺ ട്രേസർ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കാണുന്നത്. അതിൽ ഒരു കുട്ടിയുണ്ട്, കുട്ടീൻ്റെ ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്, പേരൻസ് ഉണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. വാട്ട് ഡസ് ദ പിക്ചർ ഷോ? ഈ പിക്ചറിൽ എന്താ നമ്മൾ കാണുന്നത്? അതെ, ഒരു സെലിബ്രേഷനാണ് കാണുന്നത്. വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ട് ഈ പീപ്പിളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നത്? അതെ, അത് ആ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് അവരെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ലെറ്റ്സ് സിങ് എ സോങ്. ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പാട്ട് നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. From good friends and true friends, from all friends and new friends, may good luck go with you and happy too. എന്താ പറയുന്നത്? നമ്മുടെ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പറയുകയാണ് നല്ല കൂട്ടുകാരിൽ നിന്നും ട്രൂ ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. ഫ്രം ഓൾ ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, എന്താ പഴയ കൂട്ടുകാരിൽ നിന്നും പുതിയ കൂട്ടുകാരിൽ നിന്നും. മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു, ഗുഡ് ലക്ക് ഒക്കെ പറയുകയാണ്. ആൻഡ് ഹാപ്പിനെസ് ടു, പിന്നെന്താ സന്തോഷവും എന്ന് പറയുന്നു. ദ സീ പാലസ്, എന്താ ഇവിടെ നമുക്കൊരു ഭയങ്കര രസമുള്ളൊരു പിക്ചർ കാണാം. നമ്മളിവിടെ ഒരു സീ ആണ് കാണുന്നത്. ഇതിൽ കുറേ ഫിഷസ് കാണാം, പിന്നെ ഒരു പാലസ് ഒക്കെ കാണാം. നമുക്ക് എന്താ പറയുന്നതെന്ന് നോക്കാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ് നമ്മുടെ സീയിൽ ഇങ്ങനെ നീന്തുമായിരുന്നു. He saw many of his friends moving in the same direction. അപ്പോൾ ഈ ഗോൾഡ് ഫിഷ് നോക്കിയപ്പം അതിൻ്റെ കൂട്ടുകാരെല്ലാം എന്താ ഒരു സൈഡിലോട്ട്, എന്ന് വെച്ചാൽ ഒരേ സൈഡിലോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുക. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിങ് ഓൺ ദ വേവ്സ്. അപ്പം അവിടെ ഒരു സ്റ്റാർ ഫിഷ് ഇങ്ങനെ വേവ്സിലൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുമായിരുന്നു. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾ ഇൻ ദ ബ്ലൂ വാട്ടർ. ജെല്ലി ഫിഷ് എന്താ ഇങ്ങനെ ബ്ലൂ വാട്ടറിൽ ഇങ്ങനെ തിളങ്ങി തിളങ്ങി നിൽക്കുക. ഡോൾഫിൻസ് വേർ ഡാൻസിങ്. ഡോൾഫിൻസ് എല്ലാം ഡാൻസ് ചെയ്യുമായിരുന്നു. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. അപ്പം ഈ ഗോൾഡ് ഫിഷ് ചിന്തിക്കുക, ഇവരെല്ലാം എവിടെ പോകുമായിരിക്കും? ഹി ഫോളോ ഔട്ട് ദം. എന്നിട്ട് എന്ത് ചെയ്തു? ഗോൾഡ് ഫിഷ് അവരെല്ലാം ഫോളോ ചെയ്തു. ഇൻ ദ ഡീപ് സീ, എന്താ ഡീപ് സീയിൽ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. എന്താ ആ ഗോൾഡ് ഫിഷ് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് പാലസ് കണ്ടു. പാലസ് എന്ന് വെച്ചാൽ എന്താ? കൊട്ടാരം. അപ്പോൾ ഒരു ഭംഗിയുള്ളൊരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. അപ്പോൾ ആ കൊട്ടാരം എന്താ? മുത്തുകളും പവിഴങ്ങളും ഒക്കെ കൊണ്ടിട്ട് അലങ്കരിച്ചേക്കുമായിരുന്നു. ദ ഡോർസ് ഓഫ് ദ പാലസ് വെർ വൈഡ് ഓപ്പൺ. അപ്പോൾ ആ പാലസിൻ്റെ, ആ കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? മത്സ്യകന്യക അല്ലെങ്കിൽ ജലകന്യക എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്താണെന്ന് നോക്കാൻ പറയുന്നത്. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. അപ്പോൾ എന്താ? ആ വാതിലിൻ്റെ അടുത്തായിട്ട് ഒരു ഭംഗിയുള്ള ഒരു മത്സ്യകന്യക പ്രത്യക്ഷമായി. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലെയിം ദ ഗോൾഡ് ഫിഷ്. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്താ പറഞ്ഞത്? വാവ്, എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ, പ്രെറ്റി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്, ഓൾ ഓഫ് ദം സെഡ് ടുഗദർ. അപ്പം എന്താ എല്ലാവരും ഒരുമിച്ച് എന്താ പറഞ്ഞത്? ഹാപ്പി ബർത്ത്ഡേ ജൂലിയ. അപ്പം മേമയുടെ പേരെന്താണ്? ജൂലിയ എന്നാണ്. അപ്പം പ്രിൻസസിൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും വിഷ് ചെയ്തു. എന്നിട്ട് എല്ലാവരും എന്ത് പറഞ്ഞു? ഞങ്ങളെല്ലാവരും ജൂലിയയ്ക്ക് എന്താ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. അപ്പോൾ ജെല്ലി ഫിഷ് എന്താ കൊണ്ടുവന്നത്? തിളങ്ങുന്ന ലൈറ്റുകളായിരുന്നു. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. അപ്പം വെയിൽസ് എല്ലാം എന്താ? നല്ല മുഴങ്ങുന്ന, എന്ന് വെച്ചാൽ കിലുങ്ങുന്ന വളകളുമായിട്ട് വന്നു. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കൊണ്ടുവന്നത്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു.
താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. എന്താ നന്ദി എൻ്റെ കൂട്ടുകാരെ. കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. വരൂ നമുക്ക് ഒരുമിച്ച് പാർട്ടി തുടങ്ങാം എന്ന് പറയുന്നു. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ ദ ടേബിൾ ഇൻ ദ ഹാൾ. എന്താ ആ ഹാളിലുള്ള ടേബിളിൻ്റെ മുകളിൽ നല്ല ഒരു വലിയൊരു കേക്ക് ഉണ്ടായിരുന്നു. ദ പാർട്ടി ബിഗിൻ. എന്നിട്ട് എന്താ അവർ പാർട്ടി ആരംഭിച്ചു. ദ ബർത്ത്ഡേ പാർട്ടി. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലിയ എന്താ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അപ്പം എന്താ നമ്മുടെ പ്രിൻസസ് ജൂലിയ തൻ്റെ ഡയമണ്ട് ക്രൗൺ ഒക്കെ ധരിച്ചുകൊണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ. ഓൾ ക്ലാപ്പ് ആൻഡ് സാങ്. എന്നിട്ടെന്താ എല്ലാവരും ക്ലാപ്പ് അടിച്ചുകൊണ്ട് പാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ എന്ന് പറഞ്ഞു. എവരിവൺ പ്രസൻറ്റഡ് ദ ഗിഫ്റ്റ് ടു ജൂലിയ. എന്നിട്ടെന്താ എല്ലാവരും അവരവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ ജൂലിയയ്ക്ക് കൊടുത്തു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. എന്നിട്ട് പറഞ്ഞു എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എന്ന് ജൂലിയ പറഞ്ഞു. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. എന്നിട്ടെന്താ പറഞ്ഞ വാ നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം എന്ന് സെഡ് ദ പ്രിൻസസ്. എന്നിട്ടെന്താ അങ്ങനെ ജൂലിയ പറഞ്ഞു സ്മൈലിങ്. അപ്പോൾ എന്താ ജൂലിയ ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞ എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ തന്നതിന് നന്ദി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. ദ മ്യൂസിക് ബിഗിൻ. എന്നിട്ട് എന്താ പാട്ടിട്ടു. ദേ സ്റ്റാർട്ട് ഡാൻസിങ്. എന്നിട്ട് എന്താ അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ദ ഫീസ്റ്റ്. എന്താ ഒരു ഉത്സവം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. എന്താ പ്രിൻസസ് എല്ലാവരെയും ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചു. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എല്ലാവരും എന്താ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്. എ സ്റ്റാർ ഫിഷ് ലിക്ഡ് ഹിസ് പ്ലേറ്റ്. എന്താ സ്റ്റാർ ഫിഷ് ഇങ്ങനെ അതിൻ്റെ പ്ലേറ്റ് ലിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞു. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾബ് എ ബിഗ് പീസ്. ഒരു ഷാർക്ക് ഒരു വലിയ കഷ്ണം ചോക്ലേറ്റ് വിഴുങ്ങിക്കൊണ്ട് പറഞ്ഞു ഐ ലവ് ദ ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു. ദ ജ്യൂസ് ഇസ് സോ റിഫ്രഷിങ്. എ ജെല്ലി ഫിഷ് സിപ്പ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. എന്താ ജെല്ലി ഫിഷ് ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു ജ്യൂസ് നല്ല റിഫ്രഷിങ് ആണെന്ന് പറയുന്നു. സഡൻലി ഡോൾഫിൻ വിസിൽ ലൗഡ്ലി. അപ്പം പെട്ടെന്ന് എന്താ ഒരു ഡോൾഫിൻ വിസിൽ ചെയ്തു. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക് ദ ഷാർക്ക്. ഷാർക്ക് ചോദിച്ചു എന്താണ് നടക്കുന്നത്. എ ത്രീറ്റ്. എന്താ ഒരു ഭീഷണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ എക്സ്ക്ലൈം ദ ഡോൾഫിൻ. ഓൾ ബിക്കം ആംഗ്രി. എന്താ ഡോൾഫിൻ വന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാർ അവിടെ കുറച്ച് മെൻസ് അവിടെ എന്തിനു വന്നു നമ്മുടെ കടലിലേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി വന്നേക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴത്തേക്ക് എന്താ എല്ലാവർക്കും ദേഷ്യം വന്നു. ഓൾ ബിക്കെയിം ആംഗ്രി. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. എന്താ ദ ഷാർക്ക് ഗ്രൗഡ് ഹിസ് ടീത്ത്. ഇങ്ങനെ ഷാർക്ക് തൻ്റെ പല്ലുകൾ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഈ പ്ലാസ്റ്റിക്കുകൾ കഴിച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ മരിച്ചു. വി ഷുഡ് സ്റ്റോപ്പ് ദം. ദേ സെറ്റ് ടുഗദർ. അവരൊരുമിച്ച് പറഞ്ഞു നമുക്കിത് എങ്ങനെയെങ്കിലും നിർത്തിക്കണം. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട കൂട്ടുകാരെ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഞാനാണ് ഈ വേൾഡിലെ ഏറ്റവും വലിയ ആനിമൽ. ഐ വിൽ ഡ്രൈവ് ദം അവേ. ഞാൻ അവരെ ഇവിടുന്ന് ഓട്ടിച്ചോളാം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. എന്നിട്ട് എന്താ ബ്ലൂ വെയിൽ ഇങ്ങനെ തിരിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ആടി ഉലഞ്ഞങ്ങ് പോയി. ദ ഷാർക്ക് ഫോളോഡ് ഹർ. എന്നിട്ട് എന്താ ഷാർക്ക് അവരെ ഫോളോ ചെയ്തു. കണ്ടോ അവർ ഡംപ് ചെയ്യാൻ വന്നേക്കുന്നത് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിക്ചറൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ഫോർഗിവ്നെസ്, ക്ഷമ. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. എന്നിട്ട് എന്താ വെയിലും ഷാർക്കും ഒക്കെ ബോട്ടിൻ്റെ അടുത്തേക്ക് വന്നു. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. എന്നിട്ട് എന്താ ഷാർക്ക് തൻ്റെ വാല് കൊണ്ട് ബോട്ടിൽ ഇങ്ങനെ അടിച്ചു, വളരെ ശക്തമായിട്ട് അടിച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. എന്നിട്ട് എന്താ ആ ബോട്ടിലുള്ള മെൻ എന്ത് ചെയ്തു പേടിച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ
ഹെൽപ്പിന് വേണ്ടി കരഞ്ഞു. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച് ദെയർ. ആ സമയത്ത് പ്രിൻസസ്സും മറ്റുള്ളവരും എല്ലാം അവിടെ എത്തി. ആൻഡ് ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺ ഹെർ ക്ലോസ്. ക്രാബ് തൻ്റെ ആ ഇറുക്കുന്ന കൈകളില്ലേ അത് തുറന്നുകൊണ്ട് എന്ത് പറഞ്ഞു? ഐ വിൽ ക്രഷ് ദം. ഞാൻ അവരെ ക്രഷ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്ലീസ് ഡോണ്ട് ഹേർട്ട് us. വി ഡോണ്ട് ഡം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ദ മെൻ ബെഗ്. അതിലുള്ള മെൻ എന്ത് ചെയ്തു? അതിലുള്ള മെന്ന് ഇങ്ങനെ ബെഗ് ചെയ്തു, അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളിനി ഈ കടലിൽ വന്നിട്ട് വേസ്റ്റ് ഒന്നും ഡംപ് ചെയ്യത്തില്ലെന്ന് പറയാം. യു ആർ പൊല്യൂട്ടിങ് അവർ സീ, യു ആർ ഡിസ്ട്രോയിങ് അവർ ലീവ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, വോൺ പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ഞങ്ങളുടെ കടലിനെ പൊല്യൂട്ട് ചെയ്യുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ജീവനുകളെ നശിപ്പിക്കുകയാണ്, ഇതിനി ഒരിക്കലും ആവർത്തിക്കരുത്, ഇപ്പം പൊക്കോ എന്നാര് പറഞ്ഞു? പ്രിൻസസ് ജൂലിയ പറഞ്ഞു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റ് ഓൺ ദ വേവ്സ്. എന്നിട്ട് എന്താ? ആ സമയത്ത് സൂര്യൻ്റെ രശ്മികൾ വന്ന് കടൽ തിരമാലകളെ കൂടുതൽ ബ്രൈറ്റൻ ആക്കി എന്ന് പറയുക. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ആക്ടിവിറ്റീസുമായിട്ട് മറ്റൊരു വീഡിയോ വരുന്നതാണ്. എല്ലാവരും കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.